നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി നോക്കി നിന്നിട്ട് കാര്യമല്ല. എങ്ങനെയും എന്റെ കുഞ്ഞിനെയും ഗംഗയും രക്ഷിക്കണം. അതിനാ ഏലസ് എടുത്ത് മാറ്റണം. എങ്ങനെയും ആ ഏലസ് എടുത്ത് മാറ്റി വീടിന് പുറത്തിറങ്ങിയാലേ എനിക്കവരെ രക്ഷിക്കാൻ സാധിക്കൂ. അതിനെന്താ ഒരു വഴി? എന്തെങ്കിലും കണ്ടെത്തിയേ തീരൂ. മഹേട്ടനാണല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ ഞാൻ മഹേട്ടനെ അറിയിക്കും? ഇയാളുടെ മുന്നിൽ വെച്ചൊന്നും സംസാരിക്കാനും പറ്റില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ശ്രീ മഹേശ്വര? The person you are calling is not answering. Please call again later. ഇതെന്താ ഗംഗ കോൾ എടുക്കാത്തത്? ഇതാ കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറയുന്നേ. പുറം ലോകം കാണാതെ കിടന്നവളെ ഒന്ന് പുറത്തേക്ക് വിട്ടപ്പോ അവള് സ്വയം മറന്നുപോയി. അതെ, അല്ലെങ്കിൽ മഹേട്ടൻ വിളിച്ച അവക്ക് എന്താ ഫോൺ എടുത്താല്? ഒന്നും മിണ്ടാതെ നിൽക്കാവോ? അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. ഇതെന്താ എല്ലാരും കൂടെ ചർച്ച? ഗംഗയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മൈക്കൊരു ടെൻഷൻ. നിന്നെ രേഷ്മ വിളിക്കുമല്ലോ ചെയ്തോ? ഇല്ലല്ലോ, ഞാൻ വിളിക്കണോ? നിങ്ങളെന്താ ഫോൺ എടുക്കാത്തെ? കോൾ അറ്റൻഡ് ചെയ്യ്. വേണ്ട, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിലേ വിളിക്കുന്ന ആള് പേടിക്കില്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചാലോ? എന്തിനാ വെറുതെ നമ്മളായിട്ട് അവരുടെ മനസ്സമാധാനം കളയുന്നത്? ഫോൺ എടുക്ക്. ഹലോ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. നീ എന്താ ഗംഗ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ മഹേട്ടാ. മകളോടെ അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മഹേട്ടാ. മോള് ഹാപ്പിയാ. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് മതി. നിങ്ങൾ പോയപ്പോ തൊട്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോ ഒരു ദുസൂചന പോലെ. അതാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. മഹേട്ടൻ പേടിക്കണ്ട, ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ മാളൂന് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നീ അപ്പോഴെ തന്നെ എന്നെ വിളിക്കണേ ഗംഗേ. അത് മഹേട്ടാ. എന്താ ഗംഗേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് മഹേട്ടാ, പക്ഷേ അധികം നേരം സംസാരിച്ചാലേ ചാർജ് തീരും. യാത്രകളിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? അതാ ഞാൻ കട്ടാക്കിയത്. ഞാൻ ഇത് ഇവിടെ കുത്തിയിടാം, ചാർജിലിടാവേ. ആവശ്യം വന്നാലേ ഞാൻ തന്നെ എടുത്തു തരാം. എന്താ അതുപോലെ? ഹലോ ഹലോ. വീണ്ടും കട്ടായെന്ന് തോന്നുന്നു. വണ്ടിയിലല്ലേ, റേഞ്ച് കട്ടായതാവും. എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. അതൊക്കെ വെറുതെ മഹേട്ടന് തോന്നുന്നതാ. അയാളുടെ ആ ബാഗില്ലേ, ആ ബാഗിനകത്ത് എന്തോ വലിയ രഹസ്യമുണ്ട്. എന്താ വല്ല ബോംബാണോ? അറിയില്ല, പക്ഷെ അയാളെ ഫോണിൽ ആരോടോ ബോംബെന്ന് പറയുന്നത് ഞാൻ കേട്ടു.
ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു. രേഷ്മിച്ച് പേടിക്കാതെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയാ നമുക്ക് ആ ബാഗ് എടുത്ത് പുറത്തേക്ക് എറിയാം. അയ്യോ, അത് വേണ്ട. വല്ല ബോംബും ആണെങ്കിൽ അങ്ങനെ എറിയുമ്പോ അത് പൊട്ടില്ലേ? അറിയാത്ത പണിക്ക് നിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, മഹിയേട്ടനെ വിളിച്ച് കാര്യം പറ. അതാ നല്ലത്. അതിന് എന്റെ ഫോൺ അയാളുടെ കയ്യിലല്ലേ? നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അതാകുമ്പോ അയാൾക്ക് സംശയം തോന്നില്ല. അതാ നല്ലത്. ചേച്ചി ഫോൺ താ. രേഷ്മയുടെ ഫോണിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഹലോ രേഷ്മേ. രേഷ്മിച്ചല്ല മഹേട്ടാ, ഞാൻ ഗംഗയാ. എന്താ ഗംഗേ, എന്താ അവിടെ സംഭവിക്കുന്നത്? അത് മഹേട്ടാ, ഈ വണ്ടിയിൽ സഹായിയായി നിൽക്കുന്ന ആൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അയാളുടെ താടിയൊക്കെ വെപ്പ് താടിയാ മഹേട്ടാ. അയാളുടെ കയ്യില് തോക്കൊക്കെ ഉണ്ട്. തോക്കോ? അതെ, എനിക്ക് പേടിയാ. അയ്യോ, ഫോൺ. ഹലോ ഹലോ ഗംഗേ, ഹലോ. അയ്യോ, എന്റെ ഫോൺ. അയ്യോ, അയ്യോ, എന്റെ ഫോൺ. അയ്യോ, ശോ. നീ ഇതെന്താ ഗംഗ കാണിച്ചത്? എന്റെ ഫോൺ പോയില്ലേ? ഞാനല്ലല്ലോ ചേച്ചി. ഡ്രൈവർ വണ്ടി നിർത്ത്. വണ്ടി നിർത്തരുത്. അയ്യോ, വണ്ടി നിർത്തിയ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. അയ്യോ, നിന്റെ മണ്ട ഞാൻ പൊട്ടിച്ചു കളയും. നേരെ നോക്കി ഓടിക്കണം. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.